ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബെൽജിയത്തെ പറ്റിയിട്ടാണ്. ബെൽജിയത്തിൽ എങ്ങനെ ഒരു ജോലി കിട്ടും, എങ്ങനെ നമുക്ക് വർക്ക് വിസയിൽ ബെൽജിയത്തിൽ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബെൽജിയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെയുള്ളൊരു വെൽ ഡെവലപ്ഡ് കൺട്രിയാണ്, ഒരു ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ അത് ജർമ്മനിയും ഫ്രാൻസും അതുപോലെ തന്നെ നെതർലാൻഡ്സും ഒക്കെ ആയിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയാനില്ല. മെജോറിറ്റി ആൾക്കാർ അവിടെ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. ഡച്ചും ജർമ്മനും ഒക്കെ അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു രാജ്യം കൂടി തന്നെയാണ് യൂറോപ്യൻ യൂണിയനിലുള്ള ബെൽജിയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് എങ്ങനെ ഒരു ജോലിക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് കോൺട്രാക്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് എങ്ങനെ കിട്ടും, എങ്ങനെ നമുക്ക് വിസ ലഭിച്ച് അവിടെ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, മറ്റ് യൂറോപ്യൻ കൺട്രീസ് പോലെ തന്നെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരിത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ് ബെൽജിയത്തിലത്തെ വർക്ക് പെർമിറ്റ് 3 കാറ്റഗറിയിലായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വർക്ക് പെർമിറ്റ് എ, വർക്ക് പെർമിറ്റ് ബി, വർക്ക് പെർമിറ്റ് സി, അതുപോലെ തന്നെ ഒരു ബ്ലൂ കാർഡ് എന്ന് പറഞ്ഞൊരു കാര്യവും അവിടെയുണ്ട്. അപ്പോൾ ബ്ലൂ കാർഡാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാര്യം. നമ്മളൊരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നമ്മൾ ഫോളോ ചെയ്ത് 5 years പ്ലസ് എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കാർഡിന് എലിജിബിൾ ആവും. ആ ബ്ലൂ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രിയിലുള്ള 26 കൺട്രീസിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. മറ്റ് നൂലാമലകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് എ, നമുക്കൊരു PR ലഭിക്കുന്നതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ബെൽജിയത്തിൽ തന്നെ നീണ്ട കാലം ജീവിക്കാനും താമസിക്കാനും അവിടെ തന്നെ ലീവ് ചെയ്ത് വർക്ക് ചെയ്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ PR-നെക്കാളും പ്രിഫർ ചെയ്യുന്നൊരു പെർമിറ്റാണ് വർക്ക് പെർമിറ്റ് എ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ തന്നെ ബെൽജിയത്തിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെയും ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയർ നമുക്ക് വർക്ക് പെർമിറ്റ് തരണം. അത് കിട്ടാൻ മറ്റുള്ള യൂറോപ്യൻ കൺട്രികളെ പോലെ ഡയറക്റ്റ് എംപ്ലോയർ തരികയല്ല. ആ എംപ്ലോയർ നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് ഇത് തരണമെങ്കിൽ ആദ്യം തന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് അവർക്ക് വർക്കേഴ്സിനെ കിട്ടുന്നില്ല എന്നുള്ളൊരു ലെറ്റർ അവിടുത്തെ എംബസിക്ക് കൊടുക്കുകയും അവിടുത്തെ ഗവൺമെൻറ്റിന്, അതായത് ബെൽജിയം ഗവൺമെൻറ്റിന് ഇത് കൈമാറുകയും അതിനുശേഷം മാത്രമേ ഉള്ളൂ നോൺ യൂറോപ്യൻസിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയറിന് അനുമതി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കുറച്ച് പാട് തന്നെയാണ്. ഡയറക്റ്റ്ലി നമുക്ക് നോൺ യൂറോപ്യൻസ്, അതായത് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഡയറക്റ്റ്ലി ഹയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ തന്നെയുള്ള മറ്റ് കൺട്രീസിൽ നിന്ന് വർക്കേഴ്സിനെ കിട്ടുന്നില്ല എന്ന് അവിടുത്തെ എംപ്ലോയർ അവിടുത്തെ ഒഫീഷ്യൽ ഗവൺമെൻറ്റിന് അവർ റിക്വസ്റ്റ് കൊടുക്കുകയും ആ റിക്വസ്റ്റ് അവർ അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾക്ക് ആ ജോബ് കോൺട്രാക്റ്റ് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലത്തെ സൈറ്റുകളിൽ ത്രൂ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് ഇത് വെച്ചിട്ട് തന്നെ യൂറോപ്പിൽ നിന്നൊക്കെ തന്നെ ഒരു ജോലിക്ക് ആളെ കിട്ടാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെയും അവർ റിക്രൂട്ടിങ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ലിങ്ക്ഡിൻ അതുപോലെ ഇൻഡീഡ് പോലത്തെ സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടാമെന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ചും കൂടി എളുപ്പമാണ്. അതുപോലെ തന്നെ യൂറോപ്പിൽ തന്നെ നിങ്ങൾക്ക് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ത്രൂ നമുക്കൊരു ജോബ് ലെറ്റർ കിട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമുക്ക് നോക്കാം. എപ്പോഴും സൈറ്റുകളെ മാത്രം ആശ്രയിക്കാതെ ത്രൂ പേഴ്സൺ ടു പേഴ്സൺ ഒരു ജോബ് ലെറ്റർ കിട്ടാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ഹൈപ്പേഡ് കൺട്രി കൂടിയാണ് ബെൽജിയം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ ഇനി ബാക്കി വർക്ക് പെർമിറ്റുകളെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 വർക്ക് പെർമിറ്റ് ആയിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് A, B, C അങ്ങനെ. അപ്പം മെജോറിറ്റി ബെൽജിയത്തിൽ നിന്ന് ഉള്ള ഒരു എംപ്ലോയർ ഇന്ത്യയിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു വർക്ക് പെർമിറ്റ് B എന്നുള്ള രീതിയിലായിരിക്കും അവർ റിക്വസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ അവർ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് വർക്ക് പെർമിറ്റ് B എന്ന് പറഞ്ഞ് ആ വർക്ക് പെർമിറ്റ് B എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി തന്നെ നമ്മൾ അപേക്ഷിക്കണം. നമുക്കൊരു 5 years പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത് കിട്ടി നമ്മൾ ബെൽജിയത്തിൽ വർക്ക് വിസയൊക്കെ ലഭിച്ച് ഇവിടെ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടി, എംപ്ലോയറിൽ നിന്ന് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടി. അത് നമ്മൾ ആ എംപ്ലോയറിനെ കൊണ്ട് തന്നെ ബെൽജിയം ഗവൺമെൻറ്റിനെ കൊണ്ട് അപ്രൂവ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു VFS ത്രൂ അല്ലെങ്കിൽ ബെൽജിയം എംബസി പോയിട്ട് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അപേക്ഷിച്ച് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഒരു 14 to 13 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വിസ കിട്ടാൻ എടുക്കുന്ന സമയം. ആ ടൈമിൽ നമുക്ക് കിട്ടി നമ്മൾ അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4 വർഷത്തേക്ക് ഏകദേശം
നമ്മൾ ജോലി ചെയ്യണം. വർക്ക് പെർമിറ്റ് നമുക്ക് വർക്ക് പെർമിറ്റിൽ ബി എന്ന കാറ്റഗറിയിൽ നമ്മൾ 4 ഇയേഴ്സ് നമ്മൾ വർക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മളൊരു വർക്ക് പെർമിറ്റ് എയിലേക്ക് നമ്മൾ എലിജിബിൾ ആകത്തുള്ളൂ. വർക്ക് പെർമിറ്റ് എ എന്നുള്ള കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ പഠിച്ച റിലേറ്റഡ് ജോലി ആയിരിക്കണം. അതുപോലെ തന്നെ 4 ഇയേഴ്സ് ബെൽജിയം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് വർക്ക് പെർമിറ്റ് എയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എലിജിബിൾ ആവും. വർക്ക് പെർമിറ്റ് എ കിട്ടുവാണെന്ന് വെച്ചാൽ നമുക്കൊരു PR കിട്ടുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ബെൽജിയത്തിൽ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്ത് നമുക്ക് പുതുക്കി നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ വർക്ക് പെർമിറ്റ് പുതുക്കി ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ഹൈലി പെയ്ഡ് സാലറി തന്നെയാണ് വർക്ക് പെർമിറ്റ് എ കാറ്റഗറിയിൽ. ബിയും ഒട്ടും മോശമൊന്നും തന്നെ അല്ല. അപ്പോൾ വർക്ക് പെർമിറ്റ് എ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരും വർക്ക് പെർമിറ്റ് എയിൽ കിട്ടുവാണെങ്കിൽ ആരും PR-ന് വേണ്ടിയൊന്നും അപേക്ഷിക്കില്ല. കാര്യം അതിലും ബെറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് വർക്ക് പെർമിറ്റ് എ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ, 5 ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കാർഡിന് നമ്മൾ എലിജിബിൾ ആവും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് യൂറോപ്യൻ യൂണിയനിലെ ഏത് കൺട്രി വേണമെങ്കിലും നമ്മൾ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള ജോലി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരു നൂലാമല്ല ലാംഗ്വേജ് പ്രൊഫഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇതാണ് ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്ത വർക്ക് പെർമിറ്റുകൾ ബെൽജിയത്തിൽ. അതുപോലെ തന്നെ ഒരു C കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മെജോറിറ്റിയും റെഫ്യൂജി കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ഈ ഫാമേഴ്സ്, ജോബ് സീക്കർ, മറ്റേ കെയർ ഹോം വിസേഴ്സ്, അവരൊക്കെയാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്ന വർക്ക് പെർമിറ്റ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് ഇൻ ബെൽജിയം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡീഡ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വലിയ ഹയറിംഗ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഹയറിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ദാറ്റ്. അപ്പം എല്ലാവരും ബെൽജിയത്തിലേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ യൂറോപ്പിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പം അത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.